खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा, हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा, वो दिल है हमारा आका हमारा। Bismillahirrahmanirrahim. Assalamu alaikum wa rahmatullahi wa barakatuhu and welcome to This Week with Huzur. ഇവിടെ ഹുസൂറിൻ്റെ കൂടിക്കാഴ്ച നാഷണൽ മജ്സാമില സ്വിറ്റ്സർലൻഡുമായുള്ളതിൻ്റെ ഹൈലൈറ്റും അതുപോലെ തന്നെ ഹുസൂർ തിരുമനസ് അല്ലാ താല ബിൻ അസീസിൻ്റെ വഖഫ് ഇൻ്റർനാഷണൽ വഖഫ് റിഫ്രഷ് കോഴ്സിൽ പങ്കെടുത്തതിൻ്റെ ചില ഹൈലൈറ്റുകളും കാണിക്കുന്നതാണ്. 18 ജനുവരി മജ്സ് അൻസാറുള്ള സ്വിറ്റ്സർലാൻഡിൻ്റെ നാഷണൽ ആമിലേക്ക് ഹുസൂർ തിരുമനസുമായുള്ള കൂടിക്കാഴ്ചകൾ സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. ആ കൂടിക്കാഴ്ചക്കിടയിൽ ഇസ്ലാമാബാദിൽ നടന്ന കൂടിക്കാഴ്ചക്കിടയിൽ എല്ലാവരും തങ്ങളെ പരിചയപ്പെടുത്താനും പല കാര്യങ്ങളിലും മാർഗനിർദ്ദേശം നേടാനുള്ള സൗഭാഗ്യം ലഭിച്ചു. ആ സമയത്ത് തന്നെ കായ് താലിബുൽ ഖുർആൻ വഖഫ് ആർജിയുമായി ഹുസൂർ സംസാരിച്ചു. ഇവിടെ എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും വഖഫ് ആർജി ചെയ്തവരാണ്. ഈ വർഷം നിങ്ങളടക്കം എല്ലാ ഹുസൂർ ചെയ്താൽ മാത്രമേ മാതൃകയാകുള്ളൂ, അപ്പോഴേ മറ്റുള്ളവരെ ഉപദേശിക്കുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ആമിലമാരെല്ലാവരും തന്നെ അവരാദ്യം വഖഫ് ആർജി ചെയ്യിപ്പിക്കുക. ഓക്കെ ഹുസൂർ, ഇവരാദ്യം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ വീട്ടിൽ പഠിപ്പിക്കാനും ഉപദേശിക്കുക. ഓക്കെ, അതിനുശേഷം ഈ സംവിധാനം മുന്നോട്ട് പോകും. ഞാൻ നാസർ മഹമ്മൂദ്, കായിദ് സഹാനത്ത്, സയ്യദ് ജിസ്മാനി ആണ്, സെയിം ബാസിൽ മജ്ലിസുമാണ്. എന്തെങ്കിലും ഗെയിം കളിക്കാറുണ്ടോ? ഗെയിം കളിക്കാറുണ്ട്. ഞാൻ ഹുസൂർ ജിമ്മ് ചെയ്യാറുണ്ട്, സ്പോർട്സും ചെയ്യാറുണ്ട്. എത്ര മണിക്കൂർ? ആഴ്ചയിൽ 2 ദിവസമാണ്. 2-3 തവണ ഒരാഴ്ചയിൽ കുറഞ്ഞത് പോകേണ്ട ഹുസൂർ. എത്ര അൻസാർ ജിമ്മിന് പോകാറുണ്ട്? ഞാനിപ്പോൾ അൻസാറിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. 5 ദിവസം കഴിഞ്ഞോ? അതെ, 5 ദിവസത്തിൽ എന്തെങ്കിലും പേപ്പർ വർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്തു ഹുസൂർ ചെയ്തു. എത്ര ചെയ്തു? കഴിഞ്ഞ ഫയലുകളൊക്കെ വായിച്ചിട്ടുണ്ടോ അൻസാർ? എത്രയുണ്ട്? ഞാനത് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ പ്രോസസ്സിലാണുള്ളത്. ആപ്പും ഡിസ്കസ് ചെയ്തു. 6 മാസം പ്രോസസ്സിൽ തന്നെ പോകുമ്പോൾ എന്തിനാണിത്? 195 പേരിലുള്ള 1.5 മണിക്കൂർ കൊണ്ട് എല്ലാവർക്കും ചാർജ് എടുക്കാൻ പറ്റുമല്ലോ. അടുത്തതാരാണ്? ഞാൻ താഹിർ മുഹമ്മദ് ചൗധരി. ഞാൻ കായിദ് ഫിനാൻസ് ആയിട്ട് കായിദ് മാലായിട്ടാണ്. എത്ര പേര് സമ്പാദിക്കുന്നുണ്ട്? എത്ര എക്സാക്റ്റ് അറിയില്ല, 90% ഉണ്ടാവും. എക്സാക്റ്റ് വേണ്ട. എത്ര വർഷമായി നിങ്ങൾ കായിദ് മാലയുണ്ട്? എക്സാക്റ്റ് ഫിഗർ ഉണ്ടാകേണ്ടത്, ഡാറ്റ ഉണ്ടാകേണ്ടത്. എത്ര പേര് സമ്പാദിക്കുന്നവരുണ്ട്? അവരുടെ വരുമാനം എത്രയാണ്? ചന്ത ഷറ അനുസരിച്ച് കൊടുക്കുന്നുണ്ടോ? ഇല്ല. കൊടുക്കുന്നില്ലെങ്കിൽ അതിനുള്ള അനുവാദം അവർ വാങ്ങിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടത്. ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റയും തങ്ങളുടെ വേണം. ഇൻഷാ അല്ലാഹ്. യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യാഥാർത്ഥ്യത്തോട് അടുത്ത് വേണം. റിയാലിറ്റി ഫാക്റ്റ് ചെക്ക് ചെയ്യണം, അതിനടുത്ത് വരണം. ചന്ത കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചും അറിയാൻ സാധിക്കണം, ആർക്കും കൊടുക്കാൻ പറ്റാത്തത്. അതുപോലെ നല്ല നല്ല സമ്പാദിക്കുന്ന, നല്ലവണ്ണം കൊടുക്കാൻ പറ്റുന്നവർക്ക് അവർ ചന്ത ഷറ അനുസരിച്ച് കൊടുക്കുന്നുണ്ടോ നോക്കുകയും ചെയ്യണം. ഓക്കെ, അവർ നൽകുന്നില്ലെങ്കിൽ അതിനുള്ള അനുവാദം വാങ്ങിക്കണം. കായിദ് മാലിൻ്റെ കയ്യിൽ ഈ ഇൻഫോർമേഷൻ എല്ലാം തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. ഓക്കെ ഹുസൂർ, ഇരിക്കുക. കായിദ് ഇസാർ ഖിദ്മത്ത് കൽക്കാണ്. കായിദ് ഖിദ്മത്ത് കൽക്കാണ് അൻസാറുള്ള സ്വിറ്റ്സർലൻഡിൻ്റെ. എത്ര പേര് ഖിദ്മത്ത് കൽക്കിൻ്റെ ചന്ത നൽകുന്നവരുടെ അൻസാറുള്ളയിൽ? പ്രോജക്റ്റ് എന്തെങ്കിലും താങ്കൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇതുവരെ. ആഫ്രിക്കയിൽ എന്തെങ്കിലും വാട്ടർ പമ്പോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ആരോഗ്യയെ സഹായിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പ്രൈവറ്റായിട്ട് സ്വയമായിട്ട് ചെയ്തിട്ടുണ്ട്. സ്വയം ചെയ്യുന്നത് അൻസാറിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്നതാണ്. അൻസാറുകളോട് പറയുക, ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷൻ നൽകി, നിങ്ങൾ നൽകുക എന്ന് പറയും. ഓക്കെ, കായിദ് ഖിദ്മത്ത് കൽക്കിൻ്റെ പണി ഇത് സ്വന്തം ചെയ്യുക, അത് പ്രാവർത്തികമാക്കുക, റൂളുകൾ വായിച്ച് പ്രാവർത്തികമാക്കുക എന്നതാണ്. മറ്റുള്ളവരെ ഉണർത്തുക. ആഫ്രിക്കയിൽ പാവപ്പെട്ടവരുണ്ട്, അവരെ സഹായിക്കുക. അതുപോലെ തന്നെ ദരിദ്ര രാഷ്ട്രങ്ങളിലും പാകിസ്ഥാനിലെ സിന്ധിലും അതുപോലെ ആഫ്രിക്കയിൽ ആവശ്യമുള്ളിടത്തൊക്കെ തന്നെ സഹായങ്ങളും ഉദാരമായ സംഭാവനകൾ എത്തിക്കുക. ദൂര ദേശങ്ങളിലുമുണ്ട്. അതുപോലെ സദക്കകളും ചെയ്യുക. ഏത് ദിവസങ്ങളിലും സഹായം ചെയ്യാൻ വേണ്ടി അവരെ ഉത്ബോധിപ്പിക്കുക. വാട്ടർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും ഏതെങ്കിലും ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നൽകാനും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ കായിദ് തിബിലിഗുമായി സംസാരിച്ചപ്പോൾ ഹസ്രത്ത് ഖാമിസ് സ്വിറ്റ്സർലാൻഡിലുള്ള പൊതുജനങ്ങളുടെ മതത്തോടുള്ള താല്പര്യത്തെക്കുറിച്ചും അന്വേഷിക്കുകയുണ്ടായി. അസ്സലാമു അലൈക്കും ഹുസൂർ. വാലിക്കും അസ്സലാം. എൻ്റെ പേര് അത്താഉൽ ഹക്ക് എന്നാണ്. ഞാൻ കായിദ് തബ്ലീഗായി സേവനം അനുഷ്ഠിക്കുന്നു. കായിദ് തബ്ലീഗ് ആണോ? ഉറുദു അറിയുമോ? വളരെ കുറച്ച്. ഇപ്പോൾ പറഞ്ഞത് മാത്രം, ഈ വാക്കുകൾ മാത്രമാണോ അറിയുക? കുറച്ചൊക്കെ പറയാം ഇൻഷാ അല്ലാഹ്. താങ്കൾ പറഞ്ഞത് മാത്രം. ഇംഗ്ലീഷ് അറിയുമോ? എനിക്കറിയാം, ഇംഗ്ലീഷ് അറിയാം. കായിദ് തബ്ലീഗ് ആണല്ലേ? അതെ. എന്താണ് തബ്ലീഗിൻ്റെ പ്ലാന്? കഴിഞ്ഞ വർഷം ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ 2 വലിയ സിറ്റികളിൽ ഞങ്ങൾ എക്സിബിഷൻ നടത്തി. വളരെ നല്ല അനുഭവമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. എത്ര പേരാണ് എക്സിബിഷൻ കണ്ടത്? ഏകദേശം 100 പേര്. 100 പേര് മാത്രമോ?
സ്വിറ്റ്സർലൻഡിൽ അധിക പേരും മതപരമായി താല്പര്യമില്ലാത്തവരാണല്ലേ? അതെ ഹുസൂർ, അതെ, അവർക്ക് മതത്തിൽ വലിയ താല്പര്യമില്ല അല്ലേ? ഇൻട്രസ്റ്റ് ഇല്ല അല്ലേ? ഇല്ല, അവർക്ക് ഒരു മതത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. താങ്കൾക്ക് അവരിൽ എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? താങ്കളുടെ കായിക തബ്ലീഗ് അല്ലേ? കായിക തബ്ലീഗിന്റെ പ്രവൃത്തി ഇത് തന്നെയാണല്ലോ. ഞങ്ങൾ ഒരുപാട് ഇതുപോലെ എക്സിബിഷനിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തബ്ലീഗിൻ്റെ മറ്റ് പ്രോഗ്രാമുകളും രീതികളും നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. പുതിയ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, എങ്ങനെയാണ് തബ്ലീഗിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ ഫ്രീ ലിറ്ററേച്ചർ, പോംഫ്ലെറ്റ്സുകൾ, അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൂടിക്കാഴ്ചകൾ വ്യക്തിപരമായി നടത്തുക, അതുപോലെ അൻസാറുകളെ കൂടുതൽ ദാഇ-ഇലല്ലാഹയുടെ സ്കീമിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, തബ്ലീഗിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ദാഇ-ഇലല്ലാഹ് ആക്കുക. ഓക്കെ ഓക്കെ ഹുസൂർ. അതുകൊണ്ട് എല്ലാം സമഗ്രമായിട്ടുള്ള അതുപോലെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. മുലാഖാത്തിൻ്റെ അവസാനം ഹുസൂർ തിരുമേനസ് ആമില മെമ്പർമാർക്ക് പൊതുവെ നിർദ്ദേശങ്ങൾ നൽകി എങ്ങനെയാണ് വളരെ മാതൃകാ മജ്ലിസാകുക എന്നതിനെക്കുറിച്ച്. നല്ലോണം അധ്വാനിക്കുക. ചെറിയ മജ്ലിസ് അല്ലേ, നിങ്ങൾക്ക് ഐഡിയൽ മജ്ലിസ്, മാതൃകാ മജ്ലിസ് ആകേണ്ടതുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാ. നിങ്ങളുടെ ഈ അൻസാറുകൾ ഉണ്ടല്ലോ, എല്ലാവരും മുഴുവൻ രാജ്യത്തുള്ള അൻസാറുകൾ, ഇവിടെ ഇസ്ലാമാബാദിലുള്ള ജമാഅത്തിലുള്ള അൻസാറുകൾ കൂടുതലായിരിക്കും. ശരിയാണ് ഹുസൂർ, ശരിയാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഐഡിയൽ ജമാഅത്ത് ആകുക, മാതൃക ജമാഅത്ത് ആകുക. ഓക്കെ, ഇൻഷാ അല്ലാ. ഹുസൂർ അതിനാണ് ഇവിടെ വന്ന് ഇവിടുന്ന് താങ്കളിൽ നിന്ന് ദുആ ലഭിക്കാനും ബർക്കത്ത് ലഭിക്കാനും. ഇൻഷാ അല്ലാ, നിങ്ങൾ നമസ്കരിക്കുക, സ്വയം ദുആ ചെയ്യുക. ഓക്കെ, സ്വയം ദുആ ചെയ്യുക. ചെറിയ ജമാഅത്ത് അല്ലേ, ഇതിനെ ഒരു ഐഡിയൽ ജമാഅത്ത് ആകാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പാര വെക്കുകയും തുരങ്കം വെക്കുകയും ചെയ്യാതെ, പരസ്പരം തർക്കിക്കാതെ, കലഹിക്കാതെ, ഈ കംപ്ലൈൻറ്റ് ആ കംപ്ലൈൻറ്റ്, സദർ ഖുദ്ദാമിലാമതി ഭാരതിന് ആമീറിന് കംപ്ലൈൻറ്റ്, ലജനക്ക് കംപ്ലൈൻറ്റ്, സദർ അൻസാറിൻ്റെ കംപ്ലൈൻറ്റ്, അങ്ങനെ പരാതിയും പരിഭവവും മാത്രം കൊണ്ട് നടക്കാതെ ഇതൊക്കെ ഒഴിവാക്കി, ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി ഐക്യകണ്ഠേന ജോലി ചെയ്യുക. നിങ്ങളുടെ ഐക്യവും അഖണ്ഡതയും ഉണ്ടാകുമ്പോൾ നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ബർക്കത്തുണ്ടാകും. ഓക്കെ, അൻസാറുകളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ പക്വ പ്രായമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ അൻസാറുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെയും കൂടി പുരോഗതിയിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, നിങ്ങൾ 5-1 തജ്നീദ്, നിങ്ങളുടെ ജമാഅത്തിൻ്റെ തജ്നീദിൻ്റെ 5-1 നിങ്ങളെ തന്നെയല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് നല്ല നിലയിൽ തർബീയത്ത് ചെയ്യുകയാണെങ്കിൽ മക്കളെയും ഭാര്യമാരെയും അതുപോലെ തന്നെ വീട്ടിലുള്ള ആളുകളെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ നല്ല നിലയിൽ തബ്ലീഗ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ശരിയാകും, തനിയെ ശരിയാകുന്നതാണ്. ഓക്കെ, അതുപോലെ നിസാമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറിയ ചെറിയ തർക്കങ്ങളും കലങ്ങളും ഒഴിവാക്കുക. മുലാഖാത്തിൻ്റെ അവസാനം ആമില മെമ്പർമാർക്ക് ഹുസൂറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. അതുപോലെ തന്നെ അവരുടെ പെന്ന് ഗിഫ്റ്റായി ലഭിക്കുകയുണ്ടായി. ഒരു ദിവസം മുമ്പ് ശനിയാഴ്ച ഹുസൂർ തിരുമനസ് ഇന്റർനാഷണൽ വഖഫ് റിഫ്രഷർ കോഴ്സിലും പങ്കെടുക്കുകയുണ്ടായി. ഹസരത്ത് അമീറുൽ മുഅ്മിനീൻ വഖഫിനവൻ്റെ പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ദുആക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു. അവസാനം എല്ലാവരും കൂടി ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയുണ്ടായി. ഇവിടെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും വന്ന് ഇവിടെ സദസ്സിലിരുന്ന് ഇവിടെ പറയുന്നതൊക്കെ കേട്ട്, ഈ പ്രസംഗങ്ങളൊക്കെ കേട്ട് തിരിച്ച് കാലി കൈയോടെ പോകുന്നവരാകരുത്. ഇതൊക്കെ പ്രാവർത്തികമാക്കുക. എല്ലാ വഖഫിനോകളും എല്ലാവരോടും അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ചില വഖഫിനോകൾ ജമാഅത്തിൽ സേവനത്തിന് വേണ്ടി കൃത്യമായി വരുന്നു. ചില വഖഫിനോകൾ അവരുടെ നിലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് അതിനുള്ള അനുവാദം വാങ്ങിക്കേണ്ടതുണ്ട്. അവരോട് പറയാം, നിങ്ങൾക്ക് പുറത്ത് വേണമെങ്കിൽ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജോലി ചെയ്യാം, ജമാഅത്തിൽ ഇപ്പോൾ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാം, പക്ഷെ അതിനുള്ള അനുവാദം മുൻകൂട്ടി നേടേണ്ടതുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്വതന്ത്രരാണ് എന്നല്ല, പൂർണ്ണമായും നിങ്ങൾ വഖഫനു എന്നതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കണമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. അവരുടെ ആരാധനയുടെ കടമകൾ അവർ നിറവേറ്റുന്നവരാകണം. ദീനി പരിജ്ഞാനം വർദ്ധിപ്പിക്കണം, വിശുദ്ധ ഖുർആന്റെ അറിവ് സമ്പാദിക്കണം, ജമാഅത്തിന്റെ സേവനം അനുഷ്ഠിക്കും. അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്, അടിസ്ഥാന കാര്യങ്ങളാണ്. എല്ലാ വഖഫിനുടെയും ഹൃദയത്തിൽ നിങ്ങൾ ഇത് കുടിയിരുത്തേണ്ടതുണ്ട്, മറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതുപോലെ തന്നെ എനിക്ക് അറിയാൻ സാധിച്ചത് ചില രാജ്യങ്ങളിൽ ചില ആളുകളുണ്ട്, ചില വഖഫിനുകളുണ്ട്, എനിക്ക് കത്ത് മുഖേനയും അറിയാൻ സാധിക്കാറുണ്ട്, അവരവരുടെ വഖഫ് തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അങ്ങനെയുള്ളവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കുക. എന്നിട്ട് ഇവിടെ കേന്ദ്രത്തിലേക്ക്, സെൻട്രൽ വഖഫിനോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരുടെ പേരുകൾ അയക്കുക. അങ്ങനെ അവരുടെ പേര് ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് നീക്കം ചെയ്യേണ്ടതുണ്ട്. വഖഫിനോ ഒരു ടൈറ്റിൽ അല്ല, വഖഫിനോ എന്ന് പറയുന്ന ഒരു റാങ്കാണ്, ഒരു പദവിയാണ്. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ലഭിക്കുന്ന ഒരു പദവിയാണ്. അതിനുശേഷം അവർ ആ വഖഫിനോ കുട്ടി ബോണ്ട് പുതുക്കുന്നു, ഈ പ്രതിജ്ഞ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ശപഥം ചെയ്യുന്നു. തുടർന്ന് കൊണ്ടുപോകുന്നില്ലെങ്കിൽ പേര് മാറ്റേണ്ടതുണ്ട്. എങ്ങനെയാണെങ്കിലും
അങ്ങനെ തുടർന്നു പോകുന്നതിൻ്റെ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവർ പറഞ്ഞു തന്നിട്ടുണ്ടാവും, മുമ്പ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്നാൽ അതൊക്കെ പ്രാവർത്തികമാക്കാൻ ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. വഖഫിനുവിൻ്റെ ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. ഈ വഖഫിനുകളുടെ ടീമുകൾ ആയിരങ്ങളാണുള്ളത്. നല്ല നിലയിൽ ഓർഗനൈസ് ആയാൽ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ രാജ്യത്തിലും പല മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും. തബ്ലീഗിൻ്റെ പ്രവർത്തനങ്ങളും തർബീയത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വർദ്ധിക്കുന്നതായിരിക്കും. സ്ത്രീകളിലും പുരുഷനിലും ഇത് വർദ്ധിക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങൾ പഠിച്ചതൊക്കെ ഈ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ നിലയിൽ ടീമിനെ വഖഫിനോ മെമ്പർമാരെ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നിങ്ങൾക്ക് നൽകുമാറാട്ടെ. അതായിരുന്നു ഈ ആഴ്ചയിലെ ഹുസൂറിൻ്റെ ആക്ടിവിറ്റികളുടെ ഹൈലൈറ്റ്. ഇനി അവസാനമായി നമുക്ക് ഫ്രൈഡേ സെർമൻ്റെ ഭാഗത്തിലേക്ക് നീങ്ങാം. ഇന്നത്തെ ഖുതുബയിൽ ഹുസൂർ തിരുമനസ് അള്ളാഹുവിനോടുള്ള സ്നേഹം, റസൂലുള്ളാഹിയുടെ ആ വിഷയത്തിൽ തന്നെ ഖുതുബ നൽകുകയുണ്ടായി. ഹുസൂർ തിരുമനസ് ഒരു സംഭവം വിവരിക്കേണ്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരതയും നിശ്ചയദാർഢ്യത്തെയും കുറിച്ചുള്ള ഒരു സംഭവം വിവരിക്കുകയുണ്ടായി. അത് എതിർപ്പിൻ്റെ സമയത്തുണ്ടായിരുന്ന സംഭവം. അള്ളാഹുവിനോടുള്ള അനുരാഗത്തിലും സ്നേഹത്തിനും മുമ്പിൽ അവിടുന്ന് സ്വന്തം ജീവനെ പോലും വിലവച്ചിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബ്ലീഗ് ആരംഭിച്ചപ്പോൾ ഖുറൈശികൾ അബൂ താലിബിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, താങ്കളുടെ സഹോദരപുത്രനെ ഞങ്ങളുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുന്നതിൽ നിന്നും തടയണം, ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ അദ്ദേഹത്തെ തടയുന്നതാണ്. പിന്നെ താങ്കൾ അതിൽ കയറി ഇടപെടാൻ നിൽക്കരുത്. അവർ പറഞ്ഞു, ഞങ്ങൾ മുമ്പും താങ്കളോട് സഹോദരപുത്രനെ തടയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, എന്നാൽ താങ്കൾ അദ്ദേഹത്തെ തടഞ്ഞതില്ല. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ വന്നിരിക്കുന്നു. ഒന്നുകിൽ അദ്ദേഹം ഞങ്ങളെക്കുറിച്ചുള്ള ഇത്തരം സംസാരങ്ങൾ പാടെ നിർത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തോടും താങ്കളോടും ഞങ്ങൾ ഏറ്റുമുട്ടുന്നതായിരിക്കും. രണ്ടു പക്ഷത്തിൽ ഒരു കൂട്ടർ നശിക്കുന്നത് വരെ അത് തുടരുന്നതായിരിക്കും. ഖുറൈശികൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അബൂ താലിബ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി പറഞ്ഞു, അല്ലയോ എൻ്റെ സഹോദരപുത്ര, എനിക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കരുതേ. തൻ്റെ പിതൃവ്യൻ തന്നെ സഹായിക്കുന്നത് നിർത്തുമെന്നും ഖുറൈശികൾക്ക് വിട്ടുകൊടുക്കുമെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തോന്നി. അപ്പോൾ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു, പിതൃവ്യ അല്ലാഹു ആണ്. ഇവർ എൻ്റെ വലതു കൈയിൽ സൂര്യനെയും ഇടതു കൈയിൽ ചന്ദ്രനെയും വച്ചു തന്നാലും എൻ്റെ ഈ ദൗത്യത്തിൽ നിന്നും ഞാൻ ഒരിക്കലും പിന്മാറുന്നതല്ല. അള്ളാഹു ഇത് പൂർത്തിയാകുന്നത് വരെ, അല്ലെങ്കിൽ ഈ പരിശ്രമത്തിൽ ഞാൻ നശിക്കുന്നത് വരെ ഞാൻ എൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. പിന്നീട് അവിടുന്ന് എഴുന്നേറ്റ് അവിടെ നിന്നും പോകാൻ തുടങ്ങിയപ്പോൾ അബൂ താലിബ് അവിടുത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ എൻ്റെ സഹോദരപുത്ര, നീ ആഗ്രഹിക്കുന്നത് ചെയ്തു കൊള്ളുക. അള്ളാഹു ആണ്. എന്ത് വില കൊടുത്തും ഞാൻ താങ്കളെ അവർക്ക് വിട്ടുകൊടുക്കുന്നതല്ല.